എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. സമയം രാത്രി 7:45 കേട്ടോ. ഇപ്പോൾ സമ്മറൊക്കെ ആയതുകൊണ്ട് ഇരുട്ടാവാൻ രാത്രി ഒരു 9:45 10 ആവും. 9:45 സൺസെറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡേ കൂടുതലായത് കാരണം എനിക്ക് വീഡിയോ എടുക്കാനും കുറച്ചധികം സമയമുണ്ട്. ഇന്ന് ഇത്രയും പെട്ടിയും അതേപോലെ തന്നെ ബാണ്ടും ഒക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോണേ കേട്ടോ. ഞാൻ തിരിച്ചിവിടെ എത്തിയതിന് ശേഷം ക്രാംസോഗ് എന്നൊരു ലേഡീനെ പറ്റി എപ്പോഴും പല വീഡിയോസിലും ഷോർട്സിലും റീൽസിലും ഒക്കെ മെൻഷൻ ചെയ്യാറുണ്ട്. ആ കോൺസെപ്റ്റ് എന്താണെന്ന് ക്ലിയർ ആക്കി തരുമോ എന്ന് കുറച്ച് പേര് ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ പ്രഗ്നൻസി, ഡെലിവറി പ്രൊസീജിയേഴ്സ്, പോസ്റ്റ്മോർട്ടം കെയർ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്നും കൂടെ ക്ലിയർ ആക്കി തരുമോ എന്ന് കുറച്ച് പേര് ചോദിക്കാറുണ്ട്. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ക്രാംസോഗ് വാങ്ങിക്കാൻ പറഞ്ഞതെന്ന് ചോദിക്കാറുണ്ട്. അതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. ഒപ്പം നമുക്ക് ഈ കാണുന്ന പെട്ടികളെല്ലാം പൊട്ടിക്കും കൂടെ ചെയ്യാട്ടോ. ഇനി കൂടുതൽ ഇൻട്രോ പറഞ്ഞ് ഞാൻ ചളാക്കുന്നില്ല. അപ്പൊ ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 7 കൊല്ലമാവുന്നു. അപ്പൊ ഇതിന്റെ തുടക്കത്തിലായിട്ട് 1-2 കൊല്ലം ഇങ്ങനെ എന്താ പറയുക 1-2 ഡെലിവറീസും അതേപോലെ തന്നെ പ്രഗ്നൻസി ഫേസും ഒക്കെ പച്ചു ചേച്ചിയുടെയും അമ്മു ചേച്ചിയുടെയും ഒക്കെ ഡെലിവറി ടൈം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു പ്രഗ്നൻസി ജേർണി എന്താണ്, ഇവിടെ ഡെലിവറി എങ്ങനെയാണ് ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ഡെലിവറി ചെയ്യുകൊണ്ടുള്ള പ്രോസ് ആൻഡ് കോൺസ് എന്താണെന്നുള്ള ഏകദേശം ഒരു ധാരണയോട് കൂടെ തന്നെയാണ് നമ്മൾ ഇവിടെ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വ്ളോഗ്സ് ആയിട്ട് ഞാൻ 1-2 തവണ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ക്രാംസോഗ് തന്ന ലിസ്റ്റും. അപ്പോൾ ആരാണ് ക്രാംസോഗ് എന്ന് പറയുന്നത്? നെതർലൻഡ്സിൽ നമ്മുടെ പോസ്റ്റ് ഡെലിവറി, അതായത് പോസ്റ്റ്മോർട്ടം ഫേസിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ വരുന്ന ഒരു ലേഡിയാണ് ക്രാംസോഗ്. അവർ 8 തൊട്ട് 10 ദിവസം വരെ, നമുക്ക് എത്ര ദിവസമാണ് അവരെ വേണ്ടത് അത്ര ദിവസം വരെ അവർ വരും. അതും ഓരോ ദിവസം എത്ര മണിക്കൂർ വേണം എന്നുള്ളത് നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് ചൂസ് ചെയ്യാം. അവരെന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അമ്മയുടെയും കുട്ടിയുടെയും ഏകദേശം കാര്യങ്ങൾ മൊത്തം എല്ലാം നോക്കും. വിഷ്ണുവിന് ഇനീഷ്യൽ ഡേയ്സിൽ ആദ്യത്തെ 4-5 ദിവസം എങ്ങനെയാണ് കുട്ടീനെ ടേക്ക് കെയർ ചെയ്യേണ്ടത് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ എനിക്കും വിഷ്ണുവിനും വേണ്ട ഫുഡും കാര്യങ്ങളും എല്ലാം അവർ പ്രിപ്പയർ ചെയ്യും. വിഷ്ണുവിന് വേണ്ടതല്ല, എനിക്ക് വേണ്ടതാണ് അവർ പ്രിപ്പയർ ചെയ്യുക. അതൊന്ന് വിഷ്ണു കഴിക്കുകയാണെങ്കിൽ അവർ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് അത് പ്രിപ്പയർ ചെയ്യും. പിന്നെ ലോണ്ട്രി അവർ ചെയ്യും. വീട്ടിൽ ഗസ്റ്റ് ആരെങ്കിലും കുട്ടീനെ കാണാൻ വരികയാണെങ്കിൽ അവർക്കുള്ള കോഫിയും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് അവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. ഇത് ഒരു ദിവസം 4 മണിക്കൂർ, മാക്സിമം 6 മണിക്കൂർ വരെയാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക. നമ്മുടെ കാര്യത്തിൽ ഇപ്പം അമ്മയും അച്ഛനും ഒക്കെ വീട്ടിലുള്ളത് കൊണ്ട് നമുക്കൊരു ദിവസം 6 മണിക്കൂർ ഒരാളുടെ സപ്പോർട്ട് വീട്ടിൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചായിരുന്നു നമുക്ക് 4 മണിക്കൂർ വരെ മതിയായിരിക്കും ഒരാളുടെ സപ്പോർട്ട്. കുട്ടിയുടെ കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ചു തരാൻ മതിയായിരിക്കും. നമ്മളിങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നടക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനത്തെ ഫുഡ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് നമ്മുടെ ഭക്ഷണം കഴിക്കാൻ തന്നെയാണല്ലോ തോന്നുക. അപ്പോൾ അതുകൊണ്ട് അവരെ കൊണ്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല എന്നൊക്കെയാണ് ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നാളെ എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പറഞ്ഞേക്കാം. അപ്പോൾ തൽക്കാലം ഇപ്പം നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് ക്രാംസോഗ്. നമുക്കൊരു 28 ആഴ്ച പ്രഗ്നൻ്റ് ആവുന്ന സമയം തൊട്ട് 30 ആഴ്ച പ്രഗ്നൻ്റ് ആവുന്നതിൻ്റെ ഉള്ളിൽ ഇവർ ഫസ്റ്റ് വിസിറ്റ് നമ്മുടെ വീട്ടിലോട്ട് നടത്തും. എന്നിട്ട് കുട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ള ഒരു മിനിമം ലിസ്റ്റ് അവർ നമുക്ക് തരും. അതിന് പുറമെ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം എന്നുള്ളൊരു കണ്ടീഷനും കൂടെ അവർക്കുണ്ട്. കാരണം ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബെഡിന് മിനിമം ഹൈറ്റ് 70 സെൻറ്റിമീറ്റർ വേണമെന്ന് അവർ പറയും. കാരണം പൊതുവേ ഡച്ച് ആൾക്കാർ കുറച്ച് ഹൈറ്റ് ഉള്ളവരായിരിക്കും. അപ്പോൾ അവർക്കിങ്ങനെ കുനിഞ്ഞു നിന്ന് കുട്ടിയുടെയും അമ്മയുടെയൊക്കെ കാര്യം ചെയ്യുമ്പോൾ അവർക്ക് ബാക്കിന് ഇഷ്യൂ ആണല്ലോ. അതുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അവർ വന്നിട്ട് നമ്മുടെ ബെഡിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കും. മെഷർമെൻറ്റ്സ് കുറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊരു ടോപ്പ് മാട്രസും കൂടെ ഇട്ടിട്ട് ഹൈറ്റ് കുറച്ച് കൂട്ടാനുള്ള സജഷൻസും കാര്യങ്ങളൊക്കെ അവർ തരും. ബേബി റൂം അവർ ചെക്ക് ചെയ്തായിരുന്നു. ആ സമയത്ത് നമ്മുടെ ബേബി റൂം ഒരു ഗരാജ് പോലെ എല്ലാ സാധനങ്ങളും കൊണ്ട് ഡംപ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ വേണ്ട കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ഒപ്പം ഈ ഒരു ലിസ്റ്റും അവർ തന്നു. ഇതിൻ്റെ ഒരു സൈഡിൽ ഇംഗ്ലീഷും ഒരു സൈഡിൽ ഡച്ചും ആണ്. എനിക്ക് ഡച്ച് മാത്രം മനസ്സിലാവുകൊണ്ട് നമുക്ക് ഡച്ചിൽ വായിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സൈഡിൽ ലിസ്റ്റ് കൊടുക്കാം കേട്ടോ. കാരണം ഇപ്പോൾ കുറച്ച് ആൾക്കാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രാംസോഗ് തന്ന ലിസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അവർക്ക് പേഴ്സണലി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മെസ്സേജ് കണ്ടവർക്കൊക്കെ. പക്ഷെ എന്നാലും ഇവിടെ സൈഡിലും കൂടെ ഞാൻ കൊടുക്കാം. ഇതെല്ലാം നിർബന്ധമായിട്ട് വാങ്ങിച്ചിരിക്കണം അങ്ങനെ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ പ്രോസസ്സ് കുറച്ചും കൂടെ സിമ്പിളായിരിക്കും. ഇത് ബേസിക് ആയിട്ടുള്ളൊരു ലിസ്റ്റാണ്. ഇതിൻ്റെ പുറമെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള അത്രയും വാങ്ങിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു പ്രഗ്നൻസി ഫേസാണ്.
അതിൽ നമുക്ക് എക്സൈറ്റ്മെൻറ്റിൽ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ ആവശ്യമില്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ തോന്നുകയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്കൊരു സന്തോഷം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാനേ ഞാൻ പറയൂ. കാരണം ഈ ഒരു ഫേസിന് ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ക്രാംസോക്ക് തന്ന ലിസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ സൈഡിൽ കൊടുക്കാം. ഒപ്പം ഞാൻ ഇവിടുന്ന് വായിക്കും ചെയ്യാം കേട്ടോ. ബേബി കെയർ, സ്ലീപ്പിംഗ്, ഫീഡിങ്, ഇങ്ങനെ 3 സെക്ഷനായിട്ടാണ് അവർ തിരിച്ചിട്ടുള്ളത്. ഒന്ന് ചേഞ്ചിങ് യൂണിറ്റ്, അതായത് നമുക്ക് നിന്നും കൊണ്ട് കുട്ടിയുടെ ഡയപ്പറും കാര്യങ്ങളും മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ചേഞ്ചിങ് യൂണിറ്റ് വേണം. അതിന് മിനിമം 90 സെൻറ്റിമീറ്റർ ഹൈറ്റും വേണം, 70 സെൻറ്റിമീറ്റർ ഡീപ്പും ആയിരിക്കണം. കാരണം കുട്ടി മുഴുവനായിട്ട് അതിൽ കിടക്കണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. 2 ചേഞ്ചിങ് പാഡ് ആൻഡ് 2 കവേഴ്സ്, ഹാർഡ് പ്ലാസ്റ്റിക് ബാത്ത് ടബ് വിത്ത് സ്റ്റാൻഡ്, nappy basket, trash bin, soap free wash gel, diaper cream, baby oil, hairbrush, comb, 2 blanket, 12 hydrophilic nappies, 6 hydrophilic washcloths. ഞാനിവിടെ വന്ന ഉടനെ അമ്മു ചേച്ചിയും അച്ചേച്ചിയൊക്കെ ഹൈഡ്രോഫിൽ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു കേട്ടോ. എന്താണ് ഈ ഹൈഡ്രോഫിൽ എന്ന് എനിക്ക് ഭയങ്കര സംശയം തോന്നുന്നത്. കാരണം കുറച്ച് പവർഫുൾ ആയിട്ടുള്ളൊരു വേർഡ് പോലെ തോന്നരുത്. ഒരു കഷ്ടം തോന്നി. കുട്ടി കക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാല് കൊടുക്കുമ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാലൊക്കെ തുടയ്ക്കാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണിക്കാണ് ഈ ഹൈഡ്രോഫിൽ എന്ന് പറയുന്നത്. പിന്നെ 1 പാക്കേജ് ഓഫ് വെറ്റ് വൈപ്സ്, അറ്റ്ലീസ്റ്റ് 1 അപ്രൂവ്ഡ് സീംലെസ് മെറ്റൽ ഹോട്ട് വാട്ടർ ബോട്ടിൽ, പ്രിഫറബിളി 2 വിത്ത് കോട്ടൺ ഓർ ഫ്ലാനൽ കവർ. അന്ന് അവരത് പറയണ്ടായിരുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് ടെമ്പറേച്ചർ എന്തോ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ വാങ്ങിയിട്ടില്ല. അത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഇനീഷ്യൽ ഒരു 1 വീക്കല്ലേ ആവശ്യം വരുള്ളൂ. അപ്പോൾ അത് അവരുടെ കയ്യിൽ നിന്ന് എടുക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ബിബ്, ഡിസ്പോസിബിൾ നാപ്പീസ്, കാർഡ്ബോർഡ് ബേബി നെയിൽ ഫയൽ. പിന്നെ ഞാൻ ഇതെല്ലാം വായിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ക്രിബ് വേണം, ഫ്ലാനൽ വേണം, 3 ഫിറ്റഡ് ഷീറ്റ്സ് വേണം, ബ്ലാങ്കറ്റ് വേണം, ബ്രസ്റ്റ് ഫീഡിങ്ങിന് വേണ്ടിയിട്ട് നഴ്സിംഗ് ബ്രാ വേണം, വൈറ്റമിൻ കെ ഓയിൽ വേണം, വൈറ്റമിൻ ഡി എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഓയിൽ ബേസ്ഡ് വേണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. 1 പാക്ക് ഓഫ് നഴ്സിംഗ് പാഡ്സ് വേണം. പിന്നെ ഫീഡിങ്ങിന് കുട്ടിക്ക് വേണ്ടിയിട്ട് മിനിമം 2 ബോട്ടിലും 2 നിപ്പിൾസും, പിന്നെ 1 ബോട്ടിൽ ബ്രഷ്, വൈറ്റമിൻ ഡി ഓയിൽ ബേസ്ഡ്, പിന്നെ ഫോർമുല, കൺസൾട്ട് വിത്ത് മിഡ് വൈഫ്. ഇൻ കേസ് എനിക്ക് തോന്നുന്നു നമുക്ക് പാൽ നിങ്ങാനും കുറവാണെങ്കിൽ ഫോർമുല കൊടുക്കാൻ വേണ്ടിയിട്ട് ഏത് ബ്രാൻഡാണ് എത്ര വേണം എന്നുള്ളതൊക്കെ മിഡ് വൈഫിനായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അതും കൂടെ വാങ്ങിച്ചു വെക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ബ്രസ്റ്റ് പമ്പ് നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവുന്നത് നല്ലതാണ്. ക്രാംസോക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞത് ബ്രസ്റ്റ് പമ്പ് നമുക്ക് ഇവിടുന്ന് റെൻറ്റിന് എടുക്കാം. അതൊന്ന് യൂസ് ചെയ്തതിന് ശേഷം ഗുഡ് ആണെങ്കിൽ മാത്രം നമുക്ക് ഏത് ബ്രാൻഡ് വേണം എങ്ങനെ വേണം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കാം. പക്ഷേ എൻ്റെ അടുത്ത് അമ്മു ചേച്ചി അച്ചേച്ചിയൊക്കെ ഒന്ന് പറഞ്ഞു നമുക്കൊരു ബ്രസ്റ്റ് പമ്പ് വാങ്ങിച്ച് വെക്കുന്ന തന്നെയായിരിക്കും നല്ലത് എന്നുള്ളത്. അതുകൊണ്ട് ബ്രസ്റ്റ് പമ്പ് നമ്മൾ ഇതുവരെ വാങ്ങിയിട്ടില്ല. അതെന്താ ചെയ്യേണ്ടതെന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലെ കുറച്ച് സംഗതികളൊക്കെയാണ് നമ്മൾ ബാക്കിൽ ഓർഡർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതെല്ലാം വളരെ നെസസറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതില്ലാതെ നമുക്ക് പ്രഗ്നൻസി ടഫാവും, നെതർലാൻഡ്സിൽ എല്ലാ ആൾക്കാരും ഇത് അറേഞ്ച് ചെയ്യുമോ എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു കമൻറ്റ് സെക്ഷനിലും അതേപോലെ തന്നെ നമ്മുടെ മെസ്സേജിലും ഒക്കെ. ഇതെല്ലാം ഭയങ്കര നെസസറി ആയിട്ടുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ ഓരോ പേരൻസിൻ്റെ ഇഷ്ടമാണ് ഏത് എക്സ്റ്റെൻറ്റ് വരെ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാനും വിഷ്ണുവും നമ്മുടെ 2 പേരുടെയും ഒരു താല്പര്യപ്രകാരം മെയിൻലി ആമസോണിൽ നിന്ന് ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണിത്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് റിട്ടേൺ ചെയ്യുകയും വേണം. ഇത് കുറേ ബോക്സസിലായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ എല്ലാ കാർഡ്ബോർഡ് ബോക്സും വീട്ടിൻ്റെ അകത്ത് വെക്കാനുള്ള പണി കാരണം ഞാൻ കുറേയൊക്കെ അൺബോക്സ് ചെയ്ത് എല്ലാം ഈ കാണുന്ന ഒരു 5-6 ബോക്സിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ സംഗതികളും ഞാൻ അൺബോക്സ് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. നമുക്ക് ഒരുമിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തുടങ്ങല്ലേ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരാഴ്ച ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. കാരണം വിഷ്ണുവിന് ചെറുതായിട്ട് ബാക്കിനൊരു ഇഷ്യൂ. നമ്മൾ വിചാരിച്ചതിനേക്കാളും ഒരു വീക്ക് ലേറ്റ് ആയിട്ടാണ് കേട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അൺബോക്സിങ് ഞാനും വിഷ്ണുവും കൂടെ ഒരുമിച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ 2 ദിവസം മുന്നേ ഒരു 4 പ്ലേറ്റ് എടുത്ത വിഷ്ണു ഒന്നും ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ്. ഈ നടുവേദനയുള്ള ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് നടുവേദന വരുമെന്ന് പറയുമല്ലോ, അതേപോലെ വിഷ്ണുവിന് ചെറുതായിട്ടൊന്ന് ബാക്കിന് പ്രശ്നം വന്നിട്ടുണ്ട്. അങ്ങനെ വലിയ ഇഷ്യൂ അല്ല കേട്ടോ, മുന്നത്തെ പോലെയൊന്നുമല്ല, ചെറിയൊരു നടുവെട്ടിയതുപോലെ. മുന്നേ ഒരു ബാക്ക് പെയിൻ വന്നതുകൊണ്ടേ ഇപ്പം നമുക്ക് ചെറിയ ബാക്ക് പെയിൻ വന്നാലും കുറച്ച് ടെൻഷനാണ്. അതുകൊണ്ട് വിഷ്ണു 2-3 ദിവസമായിട്ട് ഫുൾ ബെഡ് റെസ്റ്റ് എടുത്ത് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനി ലേറ്റ് ആക്കാൻ പറ്റില്ല. എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്കിപ്പോൾ എത്ര വീക്കായി എന്നുള്ളത്. ഞാനിപ്പോൾ 34 വീക്സ് പ്രഗ്നൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇനി എപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. ഹോസ്പിറ്റൽ ബാഗ് ഞാൻ ഇതുവരെ പാക്ക് ചെയ്തിട്ടില്ല. അതെല്ലാം കഴിഞ്ഞ ആഴ്ച ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ഈ ഒരാഴ്ചത്തോടു കൂടെ നമുക്ക് ഇതെല്ലാ പരിപാടികളും തീർക്കണം. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇത് പെട്ടെന്ന് ചടപടയെന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നീക്കി വെച്ച് ഞാനൊന്ന് ഇവിടെ ഇരിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പെട്ടി തുറക്കാം കേട്ടോ. ഇതിലാദ്യം വരുന്നത് നേരത്തെ പറഞ്ഞില്ലേ നെയിൽ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
കുട്ടിയുടെ നെയിൽ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് റീചാർജബിൾ ഇലക്ട്രിക് നെയിൽ ട്രിമ്മർ. ഇതാണ് സംഗതി. ഇതൊക്കെ നമുക്ക് കാർഡ്ബോർഡ് ബോക്സ് ഇപ്പോഴും ഒഴിവാക്കാം കേട്ടോ. കഴിഞ്ഞ ആഴ്ചയായിട്ട് ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് കാർഡ്ബോർഡ് ബോക്സസ്. ഞാൻ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്കും അതേപോലെ തന്നെ ഫോട്ടോയും സൈഡിൽ കൊടുക്കാൻ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് സംഗതി വരുന്നത്. ഇപ്പോൾ ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ നമ്മൾ നെയിൽ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നും കൂടെ ചേർത്ത് കട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നാണ് പലരും പറയുന്നത്. അതുകൊണ്ട് നെയിൽ ഫയലിംഗ് ഇത് കുറച്ചും കൂടെ സേഫ് ആണെന്നുള്ള മട്ടിലാണ് ഈ ഒരു സംഗതിയിലോട്ട് മാറിയിട്ടുള്ളത്. ഇത് ഫിലിപ്സിൻ്റെ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതിൻ്റെ ഒരു എക്സ്ട്രാ ഹെഡും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഒരു സംഗതി. പിന്നെ ഞാൻ ഒരു പെയർ ടോയ്ലറ്റ് സ്ലിപ്പേഴ്സ് വാങ്ങിയതാണ്. കാരണം ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ ഒരു പെയർ ടോയ്ലറ്റ് സ്ലിപ്പർ അതിൽ വെക്കണമല്ലോ. നമ്മൾ വീട്ടിലിടുന്ന ഈ ചെരുപ്പെടുത്ത് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിടാനുള്ള ഒരു ചെരുപ്പ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഒരു പെയർ ടോയ്ലറ്റ് സ്ലിപ്പർ വാങ്ങിയതാണ്. ഇത് ബേസിക് ആയിട്ടുള്ള 1-2 തവണയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബേസിക് ടോയ്ലറ്റ് സ്ലിപ്പർ, അത്രയേ ഉള്ളൂ. പിന്നെ അടുത്തത് ഇതൊരു എന്തിനു പറയുക, ഡയപ്പർ കാഡി അങ്ങനെ എന്തോ ആണ് ഇതിന് പറയുക തോന്നുന്നു. ഇതൊരു ബാഗാണ്. നമ്മളിപ്പോൾ കുട്ടിയുടെ കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ ബെഡ്റൂമിൽ എന്തായാലും ഇപ്പോൾ വെറ്റ് വൈപ്സ്, ഡയപ്പർ, സ്യൂഡോ ക്രീം, ഈ പറയുന്ന നെയിൽ ഫയലിംഗ് സംഗതി, അങ്ങനത്തെ സംഗതി ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ മുകളിലൊരു ഡ്രോയിൽ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുമല്ലോ. അതേപോലെ തന്നെ താഴെ നമുക്ക് ഈ ഒരു ബാഗിൽ ഡയപ്പറും വെറ്റ് വൈപ്സും അങ്ങനത്തെ സംഗതിയൊക്കെ വെക്കാം. കാരണം ഓരോ തവണ ഡയപ്പർ എടുക്കാൻ നമ്മൾ താഴെയാണെങ്കിലും നമ്മൾ മുകളിൽ പോകേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഗതി ഓർഡർ ചെയ്തത്. ഒരു ചെറിയൊരു ബാഗ് പോലത്തെ ഒരു പരിപാടിയാണ്. ഇങ്ങനത്തെ ഒരു ബാഗ് 2-3 കമ്പാർട്ട്മെന്റ്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതിൽ ആവശ്യമുള്ള കുറച്ച് ക്രീമും ഡയപ്പറും വെറ്റ് വൈപ്സും ഒക്കെ വെച്ചിട്ട് നമുക്കിവിടെ താഴെ തന്നെ എടുത്ത് വെക്കാം. അപ്പോൾ എല്ലാ സംഗതിയും ഈ ഒരു ബാഗിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി മുള്ളേ അല്ലെങ്കിൽ അങ്ങനത്തെ സംഗതിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈ ഒരു സംഗതി എടുത്ത് ഡയപ്പറൊക്കെ മാറ്റാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതാണ് ഈ ഒരു കാര്യം. ഇത് കുറച്ച് പ്ലാസ്റ്റിക് ബാഗ്സ് ആണ് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ബർത്ത് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. ഒരു 30 വീക്സ് ഒക്കെ ആകുമ്പോൾ നമുക്കിവിടെ ബർത്ത് ക്ലാസ്സിന് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എല്ലാ ക്ലാസ്സും അധികം ഡച്ചിലായിരിക്കും. ഇംഗ്ലീഷിൽ വല്ലപ്പോഴും ഒരു നമ്മുടെ ഒരു പ്രഗ്നൻസിയിൽ 2 ക്ലാസ്സൊക്കെ വരുള്ളൂ. അപ്പോൾ അതിൽ 30th വീക്കിലെ ക്ലാസ്സിന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവർ ഹോസ്പിറ്റൽ ബാഗിൽ വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് ഡെലിവറി എന്നും, നമുക്ക് വീട്ടിൽ വാട്ടർ ബ്രേക്ക് വന്നാൽ എന്താ ചെയ്യേണ്ടത്, കോൺട്രാക്ഷൻ വന്നാൽ എന്താ ചെയ്യേണ്ടത്, അങ്ങനത്തെ ഒരു ക്ലാസ് ആയിരുന്നു പരിപാടി. അപ്പോൾ അതിന് പോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് കവേഴ്സിലാക്കിയിട്ട് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്. കുട്ടിയുടെ ഒരു സെറ്റ് ക്ലോത്ത് ആണെങ്കിൽ ഇപ്പോൾ റോംബർ, സോക്സ്, മിറ്റൻസ്, ക്യാപ്പ് അങ്ങനത്തെ ഒരു പെയർ ഒരു കവറിലാക്കി സിബ്ലോക്ക് പോലുള്ളൊരു ബാഗിൽ എടുത്ത് വെക്കാൻ. അപ്പോൾ നമുക്ക് എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ പാർട്ട്ണർക്കോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോ അത് എടുത്തു തരാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇങ്ങനത്തെ സിപ്പ് ലോക്സ് കണ്ടപ്പോൾ ഓർഡർ ചെയ്തതാണ്. ഇത്രയേ ഉള്ളൂ. ഇതൊരു ഫീഡിങ് ബോട്ടിലാണ് കേട്ടോ. ഇത് ഏത് ഫീഡിങ് ബോട്ടിൽ വാങ്ങിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. ഫിലിപ്സിൻ്റെ വേണോ അതോ ഡോക്ടർ ബ്രൗണിൻ്റെ വേണോ എന്നുള്ളത്. ഇവിടെ അമ്മു ചേച്ചിയൊക്കെ ഡോക്ടർ ബ്രൗണിൻ്റെയാണ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. ഇവിടെ കുറേ പേര് ഡോക്ടർ ബ്രൗൺ നമുക്ക് സജസ്റ്റ് ചെയ്തു, കുറേ പേര് ഫിലിപ്സും സജസ്റ്റ് ചെയ്തു. പക്ഷെ ഞാൻ ഒരു ഫിലിപ്സിൽ തുടങ്ങി വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടർ ബ്രൗണിലോട്ട് മാറാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ഗ്ലാസിൻ്റെ ഫീഡിങ് ബോട്ടിലാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് കുറച്ച് ഹെവിയാണ്. പക്ഷെ എന്നാലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതൊന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കി എങ്ങനെയുണ്ട് എന്നുള്ളതിനനുസരിച്ച് ബ്രാൻഡോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിലോട്ടോ, അതായത് BPA ഫ്രീ പ്ലാസ്റ്റിക്കിലോട്ടോ മാറാം എന്നുള്ളത് ഒരു വിചാരത്തിലാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ഫിലിപ്സ് എവൻറ്റ് നാച്ചുറൽ പ്യുവർ ഗ്ലാസ് ഫീഡിങ് ബോട്ടിലാണ്. ഇത് ഹെവി ആണെന്നുള്ളത് വലിയൊരു ഡ്രോബാക്കാണ്. പക്ഷെ എന്നാലും ഉപയോഗിച്ച് നോക്കി നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത്. പല കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുമ്പോഴാണല്ലോ പഠിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വാങ്ങിയതാണ്. ചിലപ്പോൾ ഫിലിപ്സ് മാറി നമ്മൾ നാളെ ഡോക്ടർ ബ്രൗണിലോട്ട് മാറുന്നതാണ് എനിക്ക് തോന്നുന്നു. ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഫിലിപ്സിൻ്റെ ഫീഡിംഗ് ബോട്ടിൽ കുറച്ചും കൂടെ ഒരു നാച്ചുറൽ വേ ഓഫ് ഫീഡിംഗ് ആണ് കുട്ടിക്ക് തരിക. പക്ഷെ ഡോക്ടർ ബ്രൗൺ ആസിഡ് റിഫ്ലക്സ് പോലത്തെ പ്രശ്നങ്ങളൊക്കെ കുട്ടിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ അവർക്ക് പോവുക ഡോക്ടർ ബ്രൗണിൻ്റെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം. തൽക്കാലം ഫിലിപ്സ്. ഇതൊരു ഓർഗനൈസിങ് ബോക്സ് ആണ് കേട്ടോ. നമ്മൾ മോളിക്ക് ഒരു ഡയപ്പർ സ്റ്റേഷൻ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ബോക്സസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡയപ്പർ സ്റ്റേഷൻ്റെ അകത്ത് നമുക്കിങ്ങനെ ഡയപ്പറും വെറ്റ് വൈപ്സും കാര്യങ്ങളും റോംബറും സോക്സും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കാണുന്ന ഒരു 3 ബോക്സ് ഓഫ് ഓർഗനൈസിങ് ബോക്സസ് വാങ്ങി.
അപ്പോൾ അത് വെക്കുമ്പോൾ ഞാൻ കാണിച്ചത് ഇപ്പം തുറക്കണ്ടല്ലോ, തുറന്നു കഴിഞ്ഞാൽ പിന്നെ എടുത്തു വെക്കാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ സംഗതിയാണ് ഇത്. പിന്നെ ഇത് വലിയൊരു കാര്യമൊന്നുമല്ല, ഇതിപ്പോൾ പെട്ടെന്ന് ആവശ്യം വരുമോയെന്ന് അറിയില്ല, പക്ഷേ എന്നാലും ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ചുമ്മാ വാങ്ങിയതാണ്. ഇത് പാസിഫയർ നമുക്ക് ഡ്രസ്സിനോട് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന, അതായത് വായിന്ന് നേരെ നിലത്തോട്ട് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പാസിഫയർ ക്ലിപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാണ്. ഈ ഒരു ബോക്സ് നമ്മൾ കാലിയാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ബോക്സിലോട്ട് പോകാം. ഇത് തെർമോമീറ്റർ ആണ്. ഇത് നമ്മളോട് ക്രാംസോഗ് വാങ്ങിക്കാൻ പറഞ്ഞ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. 2 തെർമോമീറ്റർ വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് കുട്ടിക്ക് വേണ്ടിയിട്ടും ഒന്ന് എനിക്ക് വേണ്ടിയിട്ടും. രണ്ടും സെപ്പറേറ്റ് വേണമെന്ന് അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 2 തെർമോമീറ്റർ വാങ്ങിയിട്ടുണ്ട്. ഇനീഷ്യൽ സ്റ്റേജിൽ അന്ന് അവർ വന്നപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്കിങ്ങനെ പറഞ്ഞു തരുമല്ലോ. അപ്പോൾ അതിൽ ഇനീഷ്യൽ സ്റ്റേജിൽ കുട്ടിയുടെ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുന്നതും അതേപോലെ തന്നെ കുട്ടിയുടെ ഇപ്പോൾ യൂറിനേറ്റ് ചെയ്യുന്ന കളർ നോക്കലും അതേപോലെ തന്നെ അപ്പിയിടുമ്പോൾ കളർ നോക്കലും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടി ഒരു ബുക്കൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ വരും വ്ളോഗ്സ് ചെയ്യാൻ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര എന്താ പറയുക രസം തോന്നിയിട്ടുണ്ടായിരുന്നു അന്ന് അവർ വന്ന് കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോൾ. പിന്നെ ഞാൻ മോയ്സ്ചറൈസറായിട്ടും അതേപോലെ തന്നെ എന്താ പറയുക, എന്താണെന്നതിന് പറയുക, ഷവർ ജെല്ലിന് കുട്ടികൾക്ക് ഇനി വേറെ വാക്കിട്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. അതും ഷാമ്പൂ ഒന്ന് തന്നെയാണല്ലോ വരിക. അപ്പോൾ അതൊക്കെ ഞാൻ എവീനോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് തൽക്കാലം വാങ്ങിയിട്ടുള്ളത്. റോസിൻ്റെ അടുത്ത് പറഞ്ഞു റോസ് എവീനോ ആണ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. അത്യാവശ്യം നന്നായിട്ടാണ് തോന്നിയത്. അപ്പോൾ എല്ലാം മോയ്സ്ചറൈസർ ഒന്നും അതേപോലെ തന്നെ ബോഡി വാഷ് ഒന്നും വെച്ചിട്ടും വാങ്ങി. അതൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് സ്കിൻ റെസ്പോണ്ട് ചെയ്യുന്നതെന്നനുസരിച്ച് നമുക്ക് ഒന്നെങ്കിൽ എവീനോ തന്നെ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ബ്രാൻഡ് മാറ്റാമെന്ന് വിചാരിച്ചു. ഇത് ടോട്ടലി ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കാര്യമാണല്ലോ. ഇപ്പോൾ എത്രത്തോളം ഡ്രൈ സ്കിന്നാണ് എന്നുള്ളതൊക്കെ അനുസരിച്ച് വേണം നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റാർട്ട് വിത്ത് നമ്മൾ അവീനോ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവീനോൻ്റെ ഒരു മോയ്സ്ചറൈസറും അതേപോലെ തന്നെ ഷാമ്പൂ, ഷവർ ജെൽ, അങ്ങനത്തെ എന്തൊക്കെ സംഗതികൾ അതുണ്ട്. ബ്രസ്റ്റ് പാഡ്സ് ആണ്. നമുക്ക് പാലൊക്കെ ആയി കഴിഞ്ഞിട്ട് അത് ലീക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വെക്കുന്ന നിപ്പിൾ പാഡ്സ് ആണ് ഇത്. അപ്പോൾ അത് കയ്യിൽ ഒരു പാക്കറ്റ് വാങ്ങിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് അതൊന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഡെലിവറി കഴിഞ്ഞാലാണ് നമുക്ക് പാലുണ്ടാവുമെന്ന് പോലും അറിയുള്ളൂ. അപ്പോൾ അതൊക്കെ അപ്പോൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് പാക്ക് ഓഫ് 60 ആണ് വരുന്നത് കേട്ടോ. എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതെല്ലാം ഞാൻ ആമസോൺ നെതർലൻഡ്സിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ നെതർലൻഡ്സ് ആമസോണിൻ്റെ ലിങ്ക് ആയിരിക്കും. സെയിം പേര് വെച്ച് നിങ്ങൾ ആമസോൺ ഇന്ത്യയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ട്സും അവൈലബിൾ ആവേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. എന്താണ് ഇത് എന്താ പറയുക, ഇതങ്ങനെ ഒരു എന്താ പറയുക ബേബി ആവശ്യത്തിന് വാങ്ങിയതൊന്നുമല്ല. ഇത് കുറച്ചായിട്ട് ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു സാധനമായിരുന്നു. ഇതൊരു ട്രാവൽ ഓർഗനൈസർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരു ഇപ്പോൾ ട്രിപ്പൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടീഷണറും പേസ്റ്റും ബ്രഷും അങ്ങനത്തെ സംഗതിയൊക്കെ വെച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാവൽ ഓർഗനൈസർ. അപ്പോൾ ഈ ഒരു സംഗതി ഉണ്ടെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. ഇത് ഞാൻ കുറച്ച് കാലമായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചായിരുന്നു. എന്തായാലും ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒപ്പം അങ്ങോട്ട് വാങ്ങിയെന്നേ ഉള്ളൂ. പാസിഫയർ ഓൾറെഡി നമ്മളുടെ ഷോപ്പിൽ പോയപ്പോൾ ബേബി പാർക്കിൽ നിന്ന് ഞാൻ 1-2 എടുത്തായിരുന്നു. പക്ഷെ എന്നാലും ഒരു 2 കൂടെയുള്ള ഒരു പാക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര കോൺട്രവേഴ്സി നമ്മുടെ മുന്നൊരു പ്രാവശ്യം ഒരു വ്ളോഗിൻ്റെ താഴെ ഉണ്ടായിരുന്നതാണ് പാസിഫയർ ഉപയോഗിക്കാൻ പാടില്ല, പല്ല് പൊങ്ങുന്നുള്ളതൊക്കെ. നമ്മൾ റൈറ്റ് ആയിട്ടുള്ള പാസിഫയർ യൂസ് ചെയ്യണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മുടെ മിഡ് വൈഫ് പറയുന്നുണ്ടായിരുന്നു ജനിച്ച ഉടനെയാണെന്നുണ്ടെങ്കിൽ ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഭയങ്കര വലുതല്ലാത്ത ചെറിയ പാസിഫയർ ഉപയോഗിക്കണം. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്ത പാസിഫയർ ആണ് നമ്മൾ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പാസിഫയർ ഉപയോഗിക്കുമ്പോൾ പിള്ളേർ കുറച്ചും കൂടെ കാം ആൻഡ് പാസിഫൈഡ് ആവുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ എല്ലാ പിള്ളേരും, ഇപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഉണ്ടായ എല്ലാ പിള്ളേരും പാസിഫയർ ഉപയോഗിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ പാസിഫയറിൻ്റെ കാലം കഴിഞ്ഞ് സ്കൂളിൽ പോകാനായി. അപ്പോൾ അവർക്ക് പല്ല് പൊങ്ങുന്നുള്ളൊരു കൺസേൺ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എല്ലാവരുടെയും പല്ല് നല്ല അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് റൈറ്റ് പാസിഫയർ ഉപയോഗിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് എൻ്റെ ഒരു റുട്ടീനിൽ പാസിഫയർ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്, പുള്ളിക്ക് ഇഷ്ടമാണെങ്കിൽ. പിന്നെ അടുത്തത് ഇതൊരു പാസിഫയർ കേസാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ പാസിഫയർ നമ്മൾ ബാഗിൻ്റെ അകത്ത് ചുമ്മാ അങ്ങോട്ട് ഇടാൻ പറ്റില്ലല്ലോ. കാരണം കുട്ടിക്ക് വായിൽ ഡയറക്റ്റ്ലി കോണ്ടാക്ട് വരുന്ന സംഗതിയല്ലേ. അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു കേസാണ് ഇത്. നമ്മൾ ഡയപ്പർ ബാഗിൻ്റെ സൈഡിലോ എവിടെയെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പാസിഫയർ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാസിഫയർ കേസാണിത്. പിന്നെ
വരുന്നത് ഇതൊരു ഡിസ്പെൻസർ ആണ് കേട്ടോ. വെറ്റ് വൈപ്സ് ഡിസ്പെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്പെൻസർ. ഇത് അങ്ങനെ വലിയ നിർബന്ധമുള്ള ഒരു കാര്യമൊന്നുമല്ല. ഇപ്പം ഈ കാണിച്ചതിലെല്ലാം നിർബന്ധമുള്ള കാര്യമൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. എനിക്ക് വേണം തോന്നിയ കാര്യങ്ങളാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കുറച്ച് ഡയപ്പർ സ്റ്റേഷൻ്റെ മുകളിൽ വൃത്തിയിൽ സാധനം ഇരിക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടി വാങ്ങിയ ഒരു ഡയപ്പർ ഡിസ്പെൻസറാണ്. വെറ്റ് വൈപ്സ് ഡിസ്പെൻസറാണിത്. തുറന്നു നോക്കി നോക്കാം. ഇതിൽ 1-2 സംഗതികൾ എനിക്ക് റിട്ടേൺ ചെയ്യാനുണ്ട്. അന്ന് ഞാൻ ചുമ്മാ എടുത്തു വെച്ച് നോക്കിയപ്പോഴേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് സംഗതി. ഈ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയൊന്നും അല്ല കേട്ടോ. ഇത് ഞാൻ റിട്ടേൺ ചെയ്യും. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് നമ്മുടെ സ്ട്രോളറിൻ്റെ സൈഡിൽ നമുക്ക് ഇങ്ങനെ കവർ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന പോലത്തെ ഒരു സംഗതി കണ്ടപ്പോൾ ചുമ്മാ ഓർഡർ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ എനിക്ക് ഈ കളറും മെറ്റീരിയലും ഇഷ്ടപ്പെടാത്തത് കാരണം നമ്മളിത് റിട്ടേൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതോടുകൂടെ നമ്മൾ ബോക്സ് നമ്പർ 2 കംപ്ലീറ്റ് ആയിട്ട് അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, കുറച്ച് നേരം നിന്ന് വയ്യാതെ. നമുക്കിനി അടുത്തത് ഈ ഒരു ബോക്സ് അന്ന് പോയത് ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യാം കേട്ടോ. ഇരുന്ന് അൺബോക്സ് ചെയ്യാൻ ഒരു രസമുണ്ട്. അൽക്കി അങ്ങനെ പറയാം, രസമുണ്ട്. അത് ഇതാണ് വാഷ് ആൻഡ് ഷാമ്പൂ. അവീനോൻ്റെ തന്നെ വാങ്ങിയത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു മോയ്സ്ചറൈസറും ഒരു വാഷ് ആൻഡ് ഷാമ്പൂ ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉപയോഗിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. പിന്നെ ഇതൊരു ലോണ്ട്രി ബാഗാണ് കേട്ടോ. ഇതൊന്നും ഞാൻ ഇപ്പോൾ തുറക്കണ്ടല്ലോ. ഇത് നമുക്ക് ബെഡ്റൂമിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ബേബി ക്ലോത്ത്സും കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്യാനും ഉണക്കാനും പിടിക്കാനും മടക്കി വെക്കാനും ഒക്കെ കുറച്ചും കൂടെ എളുപ്പമായിരിക്കുമല്ലോ. അതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോണ്ട്രി ബാഗ് നമുക്ക് ഒന്നെങ്കിൽ ബെഡ്റൂമിൽ അല്ലെങ്കിൽ താഴെ ബാത്റൂമിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ലോണ്ട്രി ബാഗാണിത്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറി ഉണ്ടായിരുന്നില്ലേ, നമുക്ക് കവേഴ്സ് ഇട്ട് വെച്ചിട്ട് സ്ട്രോളറിൻ്റെ മുകളിൽ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കേസ് കാണിച്ചില്ലേ, അതേ സംഗതിയുടെ ഒപ്പം വരുന്ന എന്താ പറയുക ടിഷ്യൂവിൻ്റെ ബോക്സാണ് കേട്ടോ ഇത്. ഇത് ഞാൻ റിട്ടേൺ ചെയ്യും. കണ്ട ഒരു കൗതുകത്തിൽ ഞാൻ അപ്പോൾ ഓർഡർ ചെയ്തേ ഉള്ളൂ. ഇത് രണ്ടും പിന്നീട് എനിക്ക് ആലോചിച്ചപ്പോൾ വലിയൊരു ആവശ്യം തോന്നിയില്ല. കാരണം എന്തായാലും നമ്മുടെ അടുത്ത് ഡയപ്പർ ബാഗ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് മോസ്റ്റ്ലി റിട്ടേൺ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഓ, ഇതൊരു ബേബി റൂമിക്ക് വേണ്ടി ഒരു സ്റ്റിക്കർ ഓർഡർ ചെയ്തതാണ് കേട്ടോ. നമ്മുടെ ബേബി റൂമിൽ ചെയ്ത വാർഡ്രോബിൻ്റെ നടുവിലിരിക്കുന്നൊരു സ്ഥലമില്ലേ, അവിടെ ബാക്ക് കാണുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ, അവിടെ ഒരു സ്റ്റിക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. നോക്കി നോക്കാൻ വെച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത്, അതിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. പിന്നെ ഇത് സ്യൂഡോ ക്രീമാണ്. ഇത് പിള്ളേർക്ക് റാഷസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ, നമ്മുടെ കയ്യിൽ വാങ്ങിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ തന്നെ വേറെ 1-2 ബ്രാൻഡ്സും കാര്യങ്ങളും ഒക്കെ വീഡിയോ കാണുന്ന 1-2 പേരൊക്കെ എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പക്ഷേ ഉണ്ടല്ലോ, ഇപ്പോൾ അമ്മു ചേച്ചിയും ദീപ ചേച്ചിയും എല്ലാവരും ഈ സ്യൂഡോ ക്രീം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. നാട്ടിൽ പിള്ളേരുണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും സ്യൂഡോ ക്രീം കൊണ്ട് കൊടുത്ത് എല്ലാവർക്കും ഭയങ്കര വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനീഷ്യലി ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് സ്യൂഡോ ക്രീമിൻ്റെ ചെറിയൊരു ഡപ്പ. പിന്നെ ഇതെന്താ, ഇത് ട്രാവൽ ഓർഗനൈസർ. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നൊരു സംഗതിയല്ല. ഞാനൊരു ട്രോളി ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു 2 മാസം മുന്നേ വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏകദേശം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ട്രാവൽ ഓർഗനൈസറാണിത്. ഇതൊന്നും ഞാൻ തുറക്കണ്ടല്ലോ ഇപ്പോൾ. ഇതൊരു വെയിങ് മെഷീനാണ് കേട്ടോ. ഇവിടുത്തെ വെയിങ് മെഷീൻ കേടുവന്നിരിക്കുന്നു. കുറച്ച് കാലമായിട്ട് പുള്ളിക്ക് ഇഷ്ടമുള്ളതുപോലെ +2-3 kg അല്ലെങ്കിൽ -2-3 kg ആണ് പുള്ളി കാണിക്കുള്ളൂ. കുറേ കാലമായി വാങ്ങണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ചില കാര്യങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ട്രാവൽ ഓർഗനൈസർ, അതൊക്കെ കുറച്ച് കാലമായിട്ട് നമ്മളിങ്ങനെ ഓർത്ത് വേണം എന്നുണ്ടെങ്കിലും വാങ്ങിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനത്തെ 1-2 സംഗതി ഈ ഒരു മൊത്തം പാക്കേജിൻ്റെ ഒപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സാധാ നമ്മുടെ ഒരു സ്മാർട്ട് ബോഡി സ്കെയിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് ഒക്കെ നോക്കാൻ പറ്റുന്ന ഒരു സംഗതി, അത്രയേ ഉള്ളൂ. യെസ്, അതോടുകൂടെ ബോക്സ് നമ്പർ 3 നമ്മൾ ഇവിടെ സക്സസ്ഫുള്ളി തീർത്തിരിക്കുകയാണ്. എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടത്, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇത് വാട്ടർ വൈപ്സ് ആണ്. ഇത് ഞാനൊരു ബോക്സ് ആയിട്ട് ഇങ്ങോട്ട് ഓർഡർ ചെയ്തേ ഉള്ളൂ. കാരണം ഈ പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല പരിചയമുള്ള പ്രൊഡക്ട്സ് ആവുകൊണ്ട് നമുക്ക് വാങ്ങി ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു വാട്ടർ വൈപ്സ് ആണ് ദീപ ചേച്ചി അമ്മു ചേച്ചി ഒക്കെ പിള്ളേർക്ക് ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും അവർക്ക് ഡയപ്പേഴ്സൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാനും ഈ വൈപ്സ് ഇഷ്ടം പോലെ തവണ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊരു 99.9% വെള്ളം വരുന്ന പെർഫ്യൂം ഇല്ലാത്ത വാട്ടർ വൈപ്സ് ആണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് പാക്ക് ഓഫ് 12 ആണ്. 12 വാട്ടർ വൈപ്സിൻ്റെ പാക്കേജസ് വരുന്ന ഒരു വാട്ടർ വൈപ്സ്. ഇതെന്താണെന്നറിയോ, ഇത് കുറച്ച് നേരെ ഈവൻ വില്ലനായിട്ട് മുകളിലിരിക്കുന്നു. ഇത്
ഇതെന്താ സംഗതി എന്നറിയോ? ഇത് ഒരു ഡയപ്പർ ട്രാഷ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഇതിലോട്ട് ഡയപ്പർ ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ഒന്ന് റാപ്പ് ചെയ്യും. അപ്പോൾ ഓരോ ഡയപ്പേഴ്സും നമുക്ക് സെപ്പറേറ്റ്ലി റാപ്ഡ് ആവുകൊണ്ട് സ്മെല്ല് പുറത്ത് വരില്ല എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ ബാത്റൂമിൽ അല്ലെങ്കിൽ ടോയ്ലറ്റിലൊക്കെ വെക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ഒന്ന് ട്വിസ്റ്റ് ചെയ്തൊന്ന് റാപ്പ് ചെയ്താൽ നല്ലതായിരിക്കും, കുറച്ചും കൂടെ ഒരു നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഇത് ഓർഡർ ചെയ്തേ ഉള്ളൂ. ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാം ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിലോട്ട് തന്നെ വരുന്ന കവേഴ്സാണ് ഇത് ഒരു 2 പാക്കേജ് ഇതിൻ്റെ ഒപ്പം എക്സ്ട്രാ ഓർഡർ ചെയ്തേ ഉള്ളൂ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇവർ ട്വിസ്റ്റ് ചെയ്തിട്ട് റാപ്പ് ചെയ്യുക. അപ്പോൾ ഒരു ഡയപ്പർ ബിൻ ആണിത്. അയേൺ ബോക്സ് ആണേ. ഇതും ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ബേബി എസെൻഷ്യൽ ഒന്നുമല്ല. ഇതൊരു നമുക്ക് പോർട്ടബിൾ ആയിട്ടുള്ള ഒരു അയേൺ ബോക്സ്, ചെറുത്. അപ്പോൾ ഞാനത് താഴെ വെക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഏറ്റവും വലിയ അയേൺ ബോക്സും പിന്നെ അയേണിങ് ബോർഡും മുകളിലാണ് വരുന്നത്. അപ്പോൾ ഈച്ച് ടൈം അവിടെ പോകാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പാടാണ്. അപ്പോൾ ഇതൊന്ന് ബെഡ്റൂമിൽ വെച്ച് കഴിഞ്ഞാൽ ചെറിയ എന്തെങ്കിലും പരിപാടിയൊക്കെ നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയൊരു കുട്ടി അയേൺ ബോക്സ് ആണ്. എന്തൊക്കെയോ പരിപാടി ഉണ്ട് കേട്ടോ അതിൽ. ഇതൊരു ഫ്രണ്ട് ഓപ്പൺ ഡ്രസ്സ് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. കോട്ടൻ്റെ, നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ഇടാൻ പറ്റുന്ന ടൈപ്പ്. അപ്പോൾ ഇത് ഡെലിവറിക്ക് പോകുമ്പോൾ ഹോസ്പിറ്റൽ ബാഗിൽ വെക്കാനോ അല്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഷർട്ട് മോഡൽ, ലൂസ് ഷർട്ടായിട്ട് വരുന്ന ഒരു സാധാ ഒരു ഡ്രസ്സ്, അത്രയേ ഉള്ളൂ. ഇത് ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്യുന്ന ബാഗ്സ് ആണ്. ഇത് എഗെയിൻ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടെങ്കിലാണ് ഇത് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. പാരമ്പര്യമായിട്ട് അമ്മയ്ക്കും എല്ലാവർക്കും ഡെലിവറി കഴിഞ്ഞ ഉടനെ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നിപ്പോൾ വിചാരിക്കണം കേട്ടോ. കാരണം ഇത്രയും എൻ്റെ ഒരു പാറ്റേൺ പോയത് അമ്മ രോഹിതിന് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുപോലെയായിരുന്നു എൻ്റെ ഒരു പ്രഗ്നൻസി പാറ്റേൺ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ചുമ്മാ നമ്മളിങ്ങനെ വിചാരിക്കുമല്ലോ അതേപോലെയാണ് പാറ്റേൺ പോകുന്നതെന്ന്. അപ്പോൾ അറിയില്ല. അപ്പോൾ പാലുണ്ടെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോറേജ് ബാഗ്സ് ആണിത്. പിന്നെ ഇത് ഡയപ്പർ വാങ്ങിയതാണ്. 0 to 3 kg ഏറ്റവും ചെറിയ ഡയപ്പർ ഉണ്ട്. എന്ത് രസമാണ് ഇതിനെ കാണാൻ, ചെറുത്. അപ്പോൾ ഡയപ്പർ ഞാനൊരു 3 പാക്കാണ് ഇപ്പോൾ ഇനീഷ്യലി വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ പറഞ്ഞതുപോലെ നമ്മളിതൊക്കെ ഉപയോഗിച്ച് ശീലമുണ്ട് ഇപ്പോൾ ഇവിടുത്തെ പിള്ളേരുടെ എല്ലാവരുടെയും. അപ്പോൾ അതുകൊണ്ട് ഇനീഷ്യലി നമ്മൾ പാമ്പേഴ്സിൻ്റെ പ്രീമിയം കെയർ സ്കിൻ കംഫർട്ട് അങ്ങനെ വരുന്ന ഒരു ഡയപ്പറാണ് വാങ്ങിയിട്ടുള്ളത്. ഇതൊന്നും ഇത്ര വലിയ ഒരു സംഗതിയൊന്നും അല്ല. ഇത് നമുക്ക് ഫീഡ് ചെയ്യുമ്പോൾ കവർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സംഗതി. ഇതൊക്കെ എത്ര ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് കണ്ടപ്പോൾ രസം തോന്നിയപ്പോൾ നമ്മൾ വാങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അതോടുകൂടെ ഈ ഒരു പെട്ടിയും കാലിയായിരിക്കുകയാണ്. ഇത്ര സംഗതികളാണ് നമ്മൾ തുടക്കം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വാങ്ങിയത്. ഇത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ലിസ്റ്റ് ഇത് വെച്ച് നോക്കുമ്പോൾ അയ്യോ, വേറെ കുറച്ച് സാധനങ്ങൾ ഇതിലുള്ളത് വാങ്ങിയത് നമ്മൾ ബേബി പാർക്കിൽ നിന്ന് ഡയറക്റ്റ്ലി വാങ്ങിയതാണ് കേട്ടോ. അതായത് ഇപ്പോൾ ക്രിബിലോട്ടുള്ള ബെഡ്, ബാസ്നെറ്റ്, ഹൈഡ്രോഫില്, സ്വാഡൽ ചെയ്യാനുള്ള ക്ലോത്ത്, പിന്നെ റോംബേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലുള്ളത് നമ്മൾ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഈ ഒരു ആമസോൺ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതേ ഉള്ളൂ. അങ്ങനത്തെ സംഗതികൾ മുകളിലിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതോടുകൂടെ ഇനി എനിക്ക് വാങ്ങിക്കാൻ ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു ഓയിൽ ഫോർമുല, വൈറ്റമിൻ കെ ഓയിൽ, നഴ്സിംഗ് ബ്രാ, ഈ ഒരു സീംലെസ് മെറ്റൽ ഹോട്ട് വാട്ടർ ബോട്ടിൽ, അങ്ങനത്തെ സംഗതികളാണ് ഇനി എനിക്ക് കുറച്ച് വാങ്ങിക്കാൻ ബാക്കിയുള്ളൂ. ഇതിന് പുറമെ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ലിസ്റ്റും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ ചുമ്മാ ബോറടിച്ചിരിക്കുന്ന സമയത്ത്, എനിക്ക് തോന്നുന്നു ഞാനൊരു 5 months പ്രഗ്നൻ്റ് ആയ സമയത്ത് കുറേ റെഫർ ചെയ്ത് എനിക്കിങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കുക, പ്ലാൻ ചെയ്യുക, അങ്ങനത്തെ പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് സംഗതികൾ ചേർത്ത് ഉണ്ടാക്കിയ ഒരു ലിസ്റ്റാണ്. ഇതൊരു മാൻഡേറ്ററി ലിസ്റ്റ് ഒന്നും അല്ല. നമുക്ക് ഓരോരുത്തരുടെയും ആവശ്യവും താല്പര്യവും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അതിനനുസരിച്ച് ഉണ്ടാക്കിയ ഒരു ലിസ്റ്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. ഇനി കൂടുതൽ വർത്തമാനം പറഞ്ഞ് ഞാൻ നിങ്ങളുടെ സമയം കളയുന്നില്ല. ഇപ്പോൾ സമയം ഏകദേശം 8:30 ആയിട്ടുണ്ട്. 8:30 വെളിച്ചുണ്ടാകുമ്പോൾ എന്ത് സുഖം അറിയോ വീഡിയോ എടുക്കാൻ. എക്സ്ട്രാ ലൈറ്റ്സ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ. ഒരു 2 മിനിറ്റും കൂടെ കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ ലിസ്റ്റിലുള്ള എല്ലാ കാര്യവും നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ആമസോണിൽ നമ്മൾ ഓർഡർ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് മെയിൻലി ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ.
ഇതൊക്കെ ഇവിടെ ബേബി പാർക്കിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ടുള്ള കുറച്ച് ബേബി എസെൻഷ്യൽസ് ആയിരുന്നു. ഇത് ബാത്ത് ടബാണ്. ഇത് കുട്ടീനെ നമുക്ക് കടത്തി സുഖമായിട്ട് കുളിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സെറ്റപ്പാണ്. തൽക്കാലം നമ്മുടെ ബാത്ത് ടബിൻ്റെ അകത്ത് ഇവനിരിക്കട്ടെ, അല്ലാതെ വെക്കാനുള്ള സ്പേസ് നമുക്കില്ല. ഇങ്ങനത്തെ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബേബി പാർക്കിൽ നിന്ന് ഓർഡർ ചെയ്ത് അവർ കഴിഞ്ഞ ആഴ്ച ഡെലിവറി ചെയ്ത് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ സംഗതികളാണ് ഇതെല്ലാം. പിന്നെ ഇത് ഒരു ബാസ്നെറ്റാണ്. ഇതൊരു സ്ലീപ്പർ പോലെ വരുന്ന ബാസ്നെറ്റാണ് കേട്ടോ, നമ്മുടെ ബെഡ്റൂമിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഒരു 6 to 8 months വരെയൊക്കെയാണ് ഇത് മാക്സിമം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്രിബിലോട്ട് മാറേണ്ടി വരും. അതുകൊണ്ട് നമ്മളൊരു ക്രിബും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്, താഴെ നമുക്ക് ലിവിങ് റൂമിൽ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ബാസ്നെറ്റും ക്രിബും ഒക്കെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ക്രാംസോക്ക് ഇവിടെ വന്നിട്ട് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ചെറിയ 1-2 വ്യത്യാസങ്ങൾ നമ്മൾ കുട്ടീനെ ട്രെയിനിങ്ങിൽ വരുത്തണം എന്നൊക്കെ അന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഇനി പുള്ളി വന്നാലേ നമുക്ക് ട്രെയിൻ ചെയ്യിക്കാനും ട്രൈ ചെയ്ത് നോക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ തൽക്കാലം ഇത്രയാണ് ഈ ഒരു വീഡിയോ ഉള്ളൂ. ഞാൻ എൻ്റെ സന്തോഷത്തിൽ വാങ്ങിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം, തനി മലയാളി. പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ. ടാറ്റാ.